ഇന്റർവ്യൂവിന് വരുമ്പോഴെങ്കിലും എന്തെങ്കിലും വേക്കൻസി, വെയർഹൗസിലാണെങ്കിൽ വെയർഹൗസിൽ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അത്യാവശ്യം ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ, അതിന്റെ പേരുകൾ എന്താ, അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എങ്കിലും അറിഞ്ഞിരിക്കണം. അക്കൗണ്ടിങ് പഠിക്കുന്നവർക്കാണെങ്കിൽ ടാലി പ്രൈമിന്റെ ബേസ് എന്താ. ഒരു കമ്പനി നമുക്ക് കുറച്ച് വേക്കൻസി തരുന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് അത്രയും മാത്രം റിക്വയർമെന്റ്സ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് 1, 2, 3 വേക്കൻസി തന്നു കഴിഞ്ഞാൽ നമ്മൾ കൈയൊഴിയും എന്നല്ല. നിങ്ങൾക്ക് എത്ര നാള് നമുക്ക് സപ്പോർട്ട് തരണോ അത്രയും നാൾ സപ്പോർട്ട് തരാൻ നമ്മൾ വില്ലിങ്ങാണ്. നാട്ടിൽ നിൽക്കുവാണെങ്കിൽ നാട്ടിൽ 1, 2, 3 വർഷം നിങ്ങൾ നിന്നിട്ട് ആളുകളായിട്ട് നല്ല കണക്ഷൻ ഉണ്ടാക്കണം. നിനക്ക് മൈൻഡിൽ നീ സ്വന്തമായിട്ട് ആ സ്ഥാപനം ബിസിനസ് ചെയ്യണം എന്നായിരിക്കണം നിന്റെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവണേ. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. നിങ്ങൾ പോകുന്ന ജോലിയിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നോക്കണം. ഒറ്റയടിക്ക് ഗൾഫിൽ പോകണം എന്നല്ല ചിന്തിക്കേണ്ടത്. തിരിച്ചു വരേണ്ട വന്നാൽ എന്ത് ചെയ്യും? ഏത് ജോലി ചെന്നാലും ആളുകളായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കണം, സംസാരിക്കാൻ പഠിക്കണം. ഈ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഒരു കമ്പനി എങ്ങനെ ചിന്തിക്കുന്നു, ഒരു കമ്പനി എങ്ങനെ പ്രവർത്തിക്കുന്നു, അപ്പൊ നമ്മൾ എങ്ങനെ അതിനെ നോക്കിക്കാണണം, ഏത് രീതിയിൽ നമ്മൾ മാറണം, എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരണം. അപ്പൊ ഇതുവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ കളിച്ച് ചിരിച്ച് തമാശയോടുകൂടി കണ്ടിരുന്ന ഒരു ലൈഫാണ് നമ്മുടെ. ഇന്ന് എക്സാം കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാളെ മുതൽ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ അതിനെ നോക്കിക്കാണുക.